ഏറ്റവും അധികം വിഷമം അനുഭവിക്കുന്ന ഒരു കൂട്ടർ ആരെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്ന എൻ്റെ എക്സ്പീരിയൻസിൽ ബിസിനസ്സുകാരാണ്. തീർച്ചയായിട്ടും ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നവർ. ജോലിക്കാർക്ക് എംപ്ലോയീസിനൊക്കെ ശമ്പളം കിട്ടുന്നു, അതേപോലെ തന്നെ പ്രൊഫഷണൽസിന് അവരുടെ വേതനം കിട്ടുന്നു, അതിൽ ആർട്ടിസ്റ്റുകൾക്ക് അവർ എല്ലാത്തിനും അതിൻ്റെ കൂലി കിട്ടുന്നു, അവരവിടെ തീരുന്നു. പക്ഷേ എത്ര കൂലി കൊടുത്താലും, എത്ര ശമ്പളം കൊടുത്താലും, എത്ര റെൻറ്റ് കൊടുത്താലും, എത്ര ലൈസൻസ് ഫീ കൊടുത്താലും ഒക്കെ കഴിഞ്ഞാൽ അവസാനം പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിച്ച് ഇനി ഇത് നിർത്തിപ്പോരാമെന്ന് തോന്നുന്ന ആൾക്കാരാണ് ഈ ബിസിനസ്സുകാരെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബിസിനസ്സുകാരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, താങ്ങാവാൻ, തണലാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ പല ശ്രമങ്ങളും നടത്താറുണ്ട്. അങ്ങനെയാണ് ഞാൻ കണ്ടെത്തിയ ജെം ഓഫ് എ പേഴ്സൺ, നൺ അതർ ദാൻ ഗിന്നസ് റഷീദ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗിന്നസ് റഷീദ് എന്നുള്ള പേര് എന്താണ് ഗിന്നസ് റെക്കോർഡിന്റെ ആധാരമായിട്ടുണ്ടായ? ഗിന്നസ് എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ സമയം ക്ലാസ് എടുത്തതിനാണ് ഗിന്നസ്. ലോങ്സ്റ്റ് ബിസിനസ് ലെസൺ എന്നാണ് കാറ്റഗറി. 73.15 2021 ഒക്ടോബർ 17, 18, 19, 20 4 ഡേയ്സ് പാലക്കാട് ലീഡ് കോളേജിൽ വെച്ചിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് വിത്തൗട്ട് ഫുഡ് വിത്തൗട്ട് സ്ലീപ്പ് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേജിൽ നിന്ന് 4 ഡേയും 3 നൈറ്റും. അപ്പൊ ഇതിന്റെ ഓഡിയൻസ് 4 മണിക്കൂർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതെന്നെ മതിയല്ലോ ഒരാളുടെ എന്താണ് ഒരാൾ എന്ന്, ആരാണ് ഒരാൾ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതിൽ കൂടുതലൊന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ ദുബായിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ദുബായിലേക്ക് വന്നിരിക്കുകയാണ്. സ്ഥിരമായിട്ട് ദുബായിൽ വരുന്ന ആളുകളാണ്. ഇപ്പൊ ഒരുപാട് വലിയ വലിയ ഇവന്റുകൾ, ചെറിയ ഇവന്റുകൾ. പക്ഷെ എനിക്ക് എപ്പോഴും ഇഷ്ടം ഈ വലിയ സ്റ്റേജുകളും വലിയ കാര്യങ്ങളും പ്രസംഗിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടമുള്ള റഷീദ് എന്ന് പറയുന്നത് സാധാരണ ബിസിനസ്സുകാരുടെ അവരുടെ എക്സിക്യൂഷനിലേക്ക്, ഓപ്പറേഷൻസിലേക്ക്, ലൈഫിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്കൊരു മാജിക്കൽ ടച്ച് ടു മേക്ക് ദ ബിസിനസ് പ്രോഫിറ്റബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്താന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു SME സെഗ്മെൻറ്റിലുള്ള അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസ് ലെവലിലേക്ക് വരുന്ന ഒരു ബിസിനസ്സുകാരൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏത് രീതിയിലാണ് താങ്കളുടെ ഈ ഇൻവോൾവ്മെൻറ്റും കോച്ചിങ്ങും ട്രെയിനിങ്ങും ഒക്കെ വരുന്നത്? ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് മിനിസ്റ്റർ സാറിൻ്റെ അടുത്ത് വരാനും ഇവിടെ ഓഫീസിൽ വരാനും ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാനും ഭാഗ്യം നൽകി വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ടെക്നോളജിയെ കുറിച്ച് പരിചയപ്പെടുത്താനും ദുബായ് ബിസിനസ്സുകാർക്ക് ഒരു പുതിയ ഒരു ദിശാബോധം നിങ്ങൾക്ക് നൽകാൻ പറ്റി. കാരണം AI ടെക്നോളജി ഇല്ലെങ്കിൽ നടക്കില്ലല്ലോ. അപ്പോൾ ഈ AIയുടെ അഡ്വാൻസ്ഡ് സാധ്യതകൾ ഏറ്റവും നേരത്തെ നിങ്ങൾ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട് ഈ യൂണിറ്റിൽ. അപ്പോൾ ഇത് തന്നെയാണ് ഇതിന്റെ കാരണം. എന്ന് വെച്ചാൽ ബിസിനസ്സിൽ 2 തരത്തിലേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് പ്രശ്നങ്ങളിൽ അവസരം കാണുന്നവര്, അവസരങ്ങളിൽ പ്രശ്നങ്ങൾ കാണുന്നവര്. ബ്യൂട്ടിഫുള്ളി സെറ്റ്. അപ്പോ ഇതില് ഏതാണ് നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടതുണ്ട്. ഇപ്പൊ AI വരിക, ടെക്നോളജി വരിക, ഇതിലൊക്കെ പ്രശ്നങ്ങളാണ്. പക്ഷെ ഇതിൽ അവസരം കാണുകയാണെങ്കിൽ അതിനെ കുറിച്ചാണ് സാറും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗ്രേറ്റ്. അപ്പൊ ഇതില് 3 വിഷയങ്ങളിലാണ് നമുക്ക് മാജിക് കാണിക്കേണ്ടത് ബിസിനസ്സിൽ. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോന്റെ കാര്യത്തില്. ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ചിന്ത. വരുന്ന ക്യാഷ് പോകുന്ന ക്യാഷിനേക്കാളും കൂടുതൽ ഉള്ളിലേക്ക് ക്യാഷ് വരണം. അപ്പൊ അധികം ബിസിനസ്സുകാർക്ക് വരുന്നില്ല, കമ്പ്യൂട്ടറിൽ കാണിക്കുന്നുള്ളൂ. അപ്പൊ അതിനൊരു ഉണ്ടാവില്ല. അതാണ് ഒന്നാമത്തെ മാജിക് നമുക്ക് കാണിക്കാറുള്ളത്. അപ്പൊ ബിസിനസിന്റെ ഉള്ളിൽ ആ മാജിക് കാണിക്കുക എന്ന് പറയുന്നത് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ, പുറത്തേക്ക് പോകുന്ന ക്യാഷിനേക്കാളും ഉള്ളിലേക്ക് ക്യാഷ് ആയിട്ട് വരണം. അപ്പൊ അവിടെ ഒരു മാജിക് കാണിക്കാനുണ്ട്. രണ്ടാമത്തെ ഒരു മാജിക് എന്ന് പറയുന്നത് ബിസിനസ്സിൽ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഗ്രോത്ത് ആണ്. കാരണം വളരാത്തത് പിടിച്ചെടുക്കാൻ പറ്റില്ല, വളരുന്ന ബിസിനസ്സിന് മാത്രമേ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. കാരണം വളർന്നില്ലെങ്കിൽ സാർ ഹാപ്പി ആവില്ല. സാറിനൊരു കുട്ടി ഉണ്ടായി സന്തോഷമാണ്, ഒരു ചെടി വെച്ചു സന്തോഷമാണ്, ഒരു ബിസിനസ് തുടങ്ങി സന്തോഷമാണ്. വളർന്നില്ലെങ്കിലോ പ്രോഗ്രസ് ഈക്വൽ ടു ഹാപ്പിനെസ് ആണ്. അപ്പോൾ ഈ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഈ മാജിക് കയറണം എന്നുണ്ടെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവണം. അപ്പൊ പല ബിസിനസ് സ്റ്റക്കാണ്. അതിനൊരു കാരണമുണ്ട്. അവിടെ ഒരു മാജിക്കൽ ഇമ്പാക്ട് നമുക്ക് ചെയ്യാനുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് തന്നെയാണ്. കിങ് ഓഫ് ദി ബിസിനസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ്. ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ചില ആൾക്കാർക്ക് എന്തുണ്ടാവും, നല്ല ക്യാഷ് ഫ്ലോ ഉണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ക്യാഷ് ഫ്ലോ നെഗറ്റീവ് ആയിരിക്കും, ഗ്രോത്ത് ഉണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ഈ 3 ഉണ്ടാവില്ല. അപ്പൊ ഇതിൽ ഈ 3 ആളുകളാക്കി ആളുകളെ മാറ്റി അങ്ങനെ 1,00,000 ആൾക്കാരെ ആക്കി എടുക്കുക എന്നുള്ളതാണ് 2015 നമ്മൾ വെച്ച വിഷൻ. അതിന്റെ ഭാഗമായിട്ട് 32 രാജ്യങ്ങൾ സന്ദർശിച്ചു, 2,00,000 ആളുകളോട് സംസാരിച്ചു. അങ്ങനെ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ്. അപ്പൊ ഈ ഒരു ഇതിലൊക്കെ വരുമ്പോഴും നമ്മൾക്ക് ടെക്നോളജിയുടെ ഒരു ഇൻവോൾവ്മെന്റും വളരെ ഇമ്പാക്റ്റ്ഫുൾ ആണ്. പ്രത്യേകിച്ച് നമ്മൾ IT വന്നു, അതിനുശേഷം ഇപ്പം ഇന്റർനെറ്റ് വന്നു, അതിനുശേഷം ഇപ്പം AIയോട് കൂടി തന്നെ ബിസിനസിന്റെ ഗ്രോത്തിൽ വലിയൊരു നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ ചെയ്യണം, ഏത് ചെയ്യണം എന്നുള്ളത് പഠിക്കാതെ നമ്മൾ വല്ല കുഴിയിലും വന്ന് ചാടിയാലുള്ള അബദ്ധങ്ങൾ ഒരുപാടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഈ ബിസിനസ്സുകാരുടെ ഇടയിലേക്ക് വരുന്നത്? അതായത് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ മനസ്സിലായി. ഈ 3 കാര്യങ്ങളിലും എൻഡ് ഓഫ് ദ ഡേ
മേക്ക് പ്രോഫിറ്റ്, മാജിക് ഓഫ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ആ മാജിക് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഏത് രീതിയിലാണ് നിങ്ങൾ അവരെ എക്യുപ്പ് ചെയ്യുന്നത്? കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ബിസിനസ്സുകാർ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് കാണുന്നത് പഴയ കാലത്തെ ട്രഡീഷണൽ ലെവലിലാണ് അവർ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ട്രഡീഷണൽ ലെവലിൽ വളർന്നു വന്ന ബിസിനസ്സുകാരാണ് ഇപ്പോൾ ഉള്ളത്. അവരെ ഒരു ട്രഡീഷണൽ പ്ലസ് ഇന്നോവേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അതായത് കാലം ഡിമാൻഡ് ചെയ്യുന്ന മാറ്റങ്ങളിലേക്ക്, പണ്ട് കാലങ്ങളിലെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, നേരിട്ട് ആൾക്കാർ ഫിസിക്കലി പോകുന്നു, സാധനം പർച്ചേസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്പിൾ ആയിട്ട്, അതായത് മൾട്ടി ക്രോസ് പ്രോസസ്സ് എന്ന് പറയുന്നത്, അതായത് ആളുകൾ നേരിട്ട് പോകുന്നു, കുറച്ച് ആൾക്കാർ ഫോം വിളിച്ച് ബുക്ക് ചെയ്യുന്നു, ഇങ്ങനെ വന്നു. അതും കഴിഞ്ഞ് ക്രോസ് ചാനൽ വന്നു, അതായത് ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ സാധനം ഡെലിവറി ചെയ്യുന്നത്. ഇതും കഴിഞ്ഞപ്പോൾ ഒമ്നി ചാനലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡിജിറ്റൽ ആയിട്ടുള്ള സംവിധാനത്തിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാതെ ഒരു ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ്. അവിടെ വേറൊരു ചലഞ്ച് കൂടി വന്നു, AI കൂടി വന്നു. അപ്പോൾ AI ഡ്രൈവ് ചെയ്യുന്ന രീതിയിലാണ് ബിസിനസ് മോഡൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പഴയ കാലത്തെ ട്രഡീഷണൽ ലെവലിൽ ആൾക്കാർ ബിസിനസിന്റെ മോഡൽ, അതായത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അതിലൂടെ ഒരിക്കലും ഈ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു ഒമ്നി ചാനൽ ക്രിയേറ്റ് ചെയ്ത് അവരുടെ ബിസിനസ് മോഡലിനെ ഷിഫ്റ്റ് ചെയ്യണം. 2, ഓപ്പറേഷൻ മോഡ് പണ്ടുണ്ടായിരുന്ന ഓപ്പറേഷൻ മോഡിൽ കോസ്റ്റ് കൂടുതലാണ്. ഇനി ഒരിക്കലും ഓപ്പറേഷൻ മോഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ പ്രോഫിറ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും. പ്രോഫിറ്റ് കൂട്ടാൻ 2 വഴിയാണല്ലോ ഉള്ളത്. ഒരു കോസ്റ്റ് കുറക്കുക, അല്ലെങ്കിലോ സെയിൽസ് പ്രൈസ് കൂട്ടുക എന്നുള്ളത്. അപ്പൊ കോസ്റ്റ് കുറക്കുക എന്നുള്ളതെടുത്ത് മാജിക് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഓപ്പറേഷനെ കറക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നല്ല ഓപ്പറേഷൻ സിസ്റ്റം, SOP എന്ന് പറയും. നമ്മൾ ഫോളോ ചെയ്യുന്ന MMS ആണ്, മലയാളി മാനേജ്മെന്റ് സിസ്റ്റം. അതായത് പേഴ്സണൽ ഡ്രിവൺ. അത് കുറെ കോസ്റ്റ് ആണ്. ഒരാൾ ഒരു ദിവസം കിടന്നാൽ ആ ബിസിനസ് തന്നെ തകർന്നു പോകും. അല്ലെങ്കിൽ പേഴ്സണൽ ഡ്രിവൺ ആണ്, ആ വ്യക്തി ഡിപ്പെൻഡഡ് ആണ്. അതുകൊണ്ട് ഒരിക്കലും അവിടെ ഒരു പ്രോഫിറ്റബിൾ എന്ന് പറയാൻ പറ്റില്ല. കോസ്റ്റ് കൂടും, ആളുകൾ കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ് കൂടുമല്ലോ. അവിടെ ഉണ്ടാക്കേണ്ട ഒരു പ്രോസസ് ഡെവലപ്മെന്റ് ഉണ്ട്, അതായത് സിസ്റ്റം ക്രിയേഷൻ എന്ന് പറയും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബിസിനസിന്റെ ഉള്ളിൽ ഏറ്റവും വലിയ ഫ്യൂവൽ എന്ന് പറയുന്നത് സ്ട്രാറ്റജി ക്രിയേഷൻ ആണ്. അതായത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതും ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആക്കുന്നതും ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യുന്നതും സ്ട്രാറ്റജീസ് ആണ്. അപ്പൊ സ്ട്രാറ്റജി എങ്ങനെയാണ് വേണ്ടത്? ഓരോ കാലം ഡിമാൻഡ് ചെയ്യുന്ന സ്ട്രാറ്റജി, കാരണം സ്ട്രാറ്റജി വിൽ എക്സ്പയർ, ഓൾവേസ് എക്സ്പയർ. അപ്പൊ ഇവരെന്താ വെച്ചാൽ ഒരു 10 കൊല്ലം 20 കൊല്ലം കണ്ടെത്തിയ ഒരു സ്ട്രാറ്റജിയിൽ അവർ സക്സസ്ഫുൾ ആയി, അത് റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ സ്വർണ്ണനിധി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ജ്വല്ലറിക്കാരൊക്കെ ചെയ്യുന്നത് അത് ഏതോ ഒരാൾ ഉണ്ടാക്കിയ സ്ട്രാറ്റജിയാണ്, അത് അന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവരായിട്ടൊന്നും സ്ട്രാറ്റജി ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ഇല്ല. ഒരാൾ പണ്ട് ഹോട്ടൽ നടത്തിയ സമയത്ത് കുറച്ച് പ്രൊഡക്റ്റ് ഡിസ്പ്ലേ വെച്ചു, ആൾക്കാർ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ, അത് അതേപോലെ റിപ്പീറ്റ് ചെയ്യുവാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു സാധനം ഉണ്ടാക്കുന്നില്ല. അപ്പൊ സ്ട്രാറ്റജികളാണ് എല്ലാവരും റിപ്പീറ്റ് ചെയ്യുന്നിട്ട് കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട്. പുതിയ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യണം. അത് ഇൻഡസ്ട്രിയൽ സ്ട്രാറ്റജീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മൾ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ പുതിയ ബിസിനസ് മോഡൽ ക്രിയേറ്റ് ചെയ്യാം, ഡിജിറ്റൽ കണക്റ്റഡ് ആയിട്ട് ട്രാൻസ്ഫോർമേഷനുള്ള സമയമാണ്. അതെ, അതിന്റെ ട്രഡീഷണൽ ടു ഇന്നോവേഷൻ എന്ന് പറയാം. രണ്ടാമത്തത് പുതിയൊരു SOPs, അതായത് സിസ്റ്റം ക്രിയേഷൻ. മൂന്നാമത് സ്ട്രാറ്റജി ക്രിയേഷൻ. ഈ 3 കാര്യം ചെയ്യാൻ ആളുകളെ നമ്മൾ സഹായിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടൊരു സംശയം, ഇങ്ങനെ ഒരു സെഷൻ ഇപ്പൊ നിങ്ങളുടെ 22-ാം തീയതി ഒരു സെഷൻ വരുന്നുണ്ട്, നമുക്ക് നമ്മള് ദുബായിൽ വെച്ചിട്ട് സെഷൻ നടക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ ഒരു ഹാൻഡ് ഹോൾഡിംഗ് ഉള്ള പലർക്കും ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പലയിടത്തും കേൾക്കാം. തീർച്ചയായിട്ടും യൂട്യൂബുകളുണ്ട്, നമുക്ക് ഇതെല്ലാം കേൾക്കാൻ നമുക്ക് പറ്റും, മനസ്സിലാവും ചെയ്യും. പക്ഷെ അവിടെ ഒരു ചാലഞ്ച് എന്താന്ന് പറഞ്ഞാൽ, അങ്ങനെ വരുന്ന ആൾക്കാരെ പിന്നീട് അതിനൊരു ഗ്രോത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു ഹാൻഡ് ഹോൾഡ് ചെയ്ത് സക്സസ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരാളില്ല എന്നുള്ളത് ഒരു വലിയൊരു ചാലഞ്ച്. അതിനെങ്ങനെയാണ് സാർ ഈ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ തന്നെ ഞാൻ സാറിൻ്റെ അടുത്ത് സംസാരിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിലേക്ക് സാർ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ടെക്നോളജിയുടെ വിഷയത്തിൽ തീർച്ചയായിട്ടും നമുക്കൊരു തേർഡ് പാർട്ടി ഇൻറ്റിഗ്രേഷൻ ആവശ്യമാണ്, അവിടെ ഒരു കൺസൾട്ടേഷൻ ആവശ്യമാണ്. അതേപോലെ തന്നെ ബിസിനസ് മോഡൽ ക്രിയേഷനും നമുക്ക് സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, നമ്മളുടെ ഒരു ടീമുണ്ട്. ആ ടീമിന്റെ പണി എന്ന് പറയുന്നത് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോ ആളുകൾക്കും ഒരു വർഷം പഠിക്കാൻ, അതായത് ലൈവായിട്ട് പഠിക്കാൻ എല്ലാ ബുധനാഴ്ചയും 2 hours മോർണിംഗ് സെക്ഷൻ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ലേണിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ലേണിങ്ങിന് വേണ്ടി പ്ലാറ്റ്ഫോം. അപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് 1 year ഏകദേശം 2.5 ലക്ഷം രൂപ കോസ്റ്റ് വരുന്ന, ഇന്ത്യൻ പൈസ വെക്കുകയാണെങ്കിൽ 2 ലക്ഷം രൂപ കോസ്റ്റ് വരുന്ന സാധനം ഫ്രീ ആയിട്ട് ഒരു കൊല്ലം ബിസിനസ് ട്രെയിനിങ് 2 മണിക്കൂറിന്റെ മോർണിംഗ് എല്ലാ ബുധനാഴ്ചയും അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. അപ്പൊ അതനുസരിച്ചിട്ട് അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അവർക്കുള്ള പ്രശ്നങ്ങൾ എല്ലാ ബുധനാഴ്ച നമ്മൾ കാണുന്നതാണ്. അപ്പൊ അവർക്കുള്ള എല്ലാ സൊല്യൂഷൻസും നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ ഈ ട്രാൻസ്ഫോർമേഷനിൽ വരുമ്പോഴും അവർ കൃത്യമായ ഒരു ഗൈഡ് ലൈൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. തീർച്ചയായും അതിന് ബാക്ക്ഗ്രൗണ്ടിൽ ടീമുണ്ട്. അപ്പൊ അവർക്ക് എന്താണ് ഡൗട്ട്സ്, ഏതിലാണ് ഡൗട്ട്സ് ഉള്ളത്. അപ്പൊ നമ്മൾ പറയാ കമ്പനിയുടെ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് ഓൾറെഡി. അപ്പൊ അതിന് ബാക്ക് ടീമുണ്ട്. അപ്പൊ എക്സ്ക്ലൂസീവ് ആയിട്ട്, ഇനി അതല്ല ഒരാൾക്ക് ഇത് കൂടാതെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങളൊരു സേവനം വേണം. അതുണ്ട്. അത് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, ഇപ്പൊ ചില ആളുകൾക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ കാരണം HR-ലായിരിക്കും പ്രശ്നം ഉണ്ടാവും. അപ്പൊ HR സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ല ടീമിന്റെ പ്രൊഡക്ടിവിറ്റിയിൽ, കാരണം നമ്മളെ ആൾക്കാരുടെ പ്രൊഡക്ടിവിറ്റി വളരെ മോശമുള്ള കാരണം ഇവരാരും
സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വന്ന ആൾക്കാരല്ല, എക്സ്പീരിയൻസിലൂടെ ഡെവലപ്പ് ചെയ്തതാണ്. അപ്പൊ കാലം ഡിമാൻഡ് ചെയ്യുന്ന പുതിയ രീതിയിലേക്ക് അവർ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരു പുതിയ സ്ട്രാറ്റജി ഇട്ടാൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. പലർക്കും റിലേഷൻഷിപ്പിൽ ലോക്കായി കിടക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെ കൃത്യമായി എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാഫ് ട്രെയിനിങ് നമ്മൾ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്ക് പേഴ്സണലി ആ ഓണറെ ട്രാൻസ്ഫോർമേഷൻ, കാരണം ട്രഡീഷണൽ ലെവൽ വന്ന ആളാണ്, അയാൾക്ക് പേഴ്സണലി ഇതിനെ അഡോപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, കൂടുതലായിരിക്കും. അപ്പൊ അയാൾക്ക് പേഴ്സണൽ കൺസൾട്ടേഷൻ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, PC എന്ന് പറയും. അതുപോലെ തന്നെ കമ്പനിയെ കംപ്ലീറ്റ് ഏറ്റെടുത്തുകൊണ്ട് ആ കമ്പനിയെ ഡെവലപ്പ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1 വർഷത്തെ 2 വർഷത്തെ കമ്പനി കൺസൾട്ടേഷൻ നമ്മൾ അലൂബി യൂണിറ്റ് ട്രെയിനിങ് കമ്പനി, സൗദിയിലെ കമ്പനി, ദുബായിൽ, അതുപോലെ പല വ്യത്യസ്ത രാജ്യങ്ങളിലും ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് പിന്നെ വേറൊരു വലിയ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കും. ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട പല കേസും വരും. ഒരു സോഫ്റ്റ്വെയർ ERP എടുക്കണം, അതെന്തായാലും തേർഡ് പാർട്ടി ആയിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് അവരുടെ സ്കോപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് ആ കമ്പനിയുമായിട്ടുള്ള മീറ്റിംഗ്. ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ പഴയ കാലത്ത് ട്രഡീഷണൽ ലെവൽ വന്ന ആളുകളായതുകൊണ്ട് ഈ ടെക്നോളജിയെ കുറിച്ച് വലിയ അറിവുണ്ടാവില്ല, പണിയാണ്. അപ്പൊ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പല ആളുകളും ചതിക്കപ്പെട്ടിട്ടുണ്ടാവും. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് പൈസ പോയിട്ടുണ്ടാവും, ആപ്പ് ഉണ്ടാക്കി പൈസ പോയിട്ടുണ്ടാവും, സോഫ്റ്റ്വെയർ മേടിച്ചിട്ട് പൈസ മേടിച്ചിട്ടുണ്ടാവും. അതിന്റെ കാരണം ഇവർക്ക് ഇവരുടെ ഭാഷ അറിയില്ല, ഇവരുടെ ഭാഷ ഇവർക്ക് ആവില്ല. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ നിന്ന് കൊടുത്തിട്ട് അവരുടെ ബിസിനസിന്റെ മാനേജ്മെന്റിന്റെ പ്രോബ്ലംസ് എന്താണെന്നുള്ളതും ഈ സോഫ്റ്റ്വെയറിലെ അപ്ഡേഷൻസ് കറക്റ്റ് കണക്ട് ചെയ്ത് സ്കോപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് ഇവരുടെ ഇടയിൽ ഡീൽ ചെയ്യാൻ നമ്മൾ സഹായിക്കും. റിയൽ ടൈം ഡാറ്റ വെച്ചിട്ട് റിയൽ ടൈം എക്സ്പീരിയൻസ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ. തീർച്ചയായിട്ടും ഞാൻ ഇപ്പൊ ലൈവായിട്ട് ബ്രെഡ്കോ എല്ലാവർക്കും അറിയുന്നതാണ്. ആ കമ്പനി ഇപ്പൊ ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ലീഡർഷിപ്പ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ ലീഡർഷിപ്പ് ബാക്ക്. കാരണം നമ്മൾ ഏറ്റവും വലിയ ചലഞ്ചിങ് നമ്മുടെ ബിസിനസ് ഓണേഴ്സ് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് വലിയ വിഷൻ ഉണ്ട്, ഭയങ്കരമായിട്ടുള്ള സാധ്യതയുണ്ട്, ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ട്, ടീം അതിലേക്ക് വരുന്നില്ല. അപ്പൊ ടീമിനെ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ബിസിനസ് വിജയിക്കണമെങ്കിൽ മെയിൻ ആയിട്ട് ലീഡേഴ്സ് വേണം. ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആൾക്കാരില്ലെങ്കിൽ ഈ ഓണറിലേക്ക് എല്ലാ പ്രഷറും പോകും. പ്രഷർ കൂടി കഴിഞ്ഞാൽ സ്കെയിലപ്പ് ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മുടെ ജനറേഷൻ എല്ലാം അനുഭവിക്കുന്ന വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് പുതിയ ജനറേഷനെ ഈ ബിസിനസ്സിലേക്ക് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വലിയൊരു ചാലഞ്ച് ഉണ്ട്. അതിപ്പോൾ എസ്പെഷ്യലി ട്രഡീഷണൽ ബിസിനസ്സുകാർ, കഫ്റ്റീരിയ, സൂപ്പർ മാർക്കറ്റ്, ഇതിലൊന്നും പഴയ ആൾക്കാരെ കൂടെ ഈ പുതിയ ജനറേഷൻസ് ജെല്ലായിട്ട് പോകുന്നില്ല. അതിന് ഒരു സാധ്യത ഇവിടെയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അവരെയും ട്രെയിൻ ചെയ്യണം, ഇവരെയും ട്രെയിൻ ചെയ്യണം എന്നുള്ള അവസ്ഥയിലാണ്. പിന്നെ ബിസിനസിന്റെ ഒരു മോഡൽ നമ്മൾ മാറ്റണ്ടേ, ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ഒരു അവർക്ക് കൂടി അഡാപ്റ്റബിൾ ആവുന്ന രീതിയിലേക്ക് ബിസിനസ്സിനെ കൊണ്ടുവന്നാൽ അവരെ തന്നെ നിൽക്കുകയുള്ളൂ. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സെക്കൻഡ് ജനറേഷനിലേക്ക് കൈമാറിയ ബിസിനസ്സിൽ പൊട്ടിപ്പോയിട്ടുണ്ട്. തേർഡ് ജനറേഷൻ ആകുമ്പോഴേക്ക് 0 ആയിട്ടുണ്ട്. ഫോർത്ത് ജനറേഷൻ മൈനസ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ജനറേഷൻ വളരെ സ്ട്രഗിൾ ചെയ്ത് ബിസിനസ് ഫൗണ്ടേഷൻ ഉണ്ടാക്കി. സെക്കൻഡ് ജനറേഷൻ അത് സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ അവരത് ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ഇന്ത്യൻ കറൻസി കൊണ്ടിട്ട് ഇവിടെ ഷോപ്പ് കൊടുത്താൽ ദുബായിൽ മാറ്റാൻ പറ്റില്ല. ദുബായ് ദിർഹംസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് പോലെ തന്നെ അവരുടെ ഭാഷ ഡിജിറ്റലാണ്. അപ്പോൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാത്ത ഒരു കമ്പനിയെ ഒരിക്കലും സെക്കൻഡ് ജനറേഷൻ ഏറ്റെടുക്കില്ല. സാറിന്റെ മക്കൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഒരാളുടെ അവരുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്തില്ലെങ്കിൽ ഈ ട്രഡീഷണൽ ബിസിനസ് അയാളുടെ കാലത്തോടു കൂടെ അത് ഇല്ലാണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ മലയാളികളുടെ ഏറ്റവും വലിയ ചലനം വലിയൊരു ഷിഫ്റ്റിംഗ് നടക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് അവരുടെ ബിസിനസ് മക്കളിലേക്ക് ഏൽപ്പിക്കും. മക്കൾ ഏകദേശം 10-25-30 വയസ്സായി. എല്ലാവർക്കും നല്ല ക്വാളിഫിക്കേഷനാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലൊക്കെ BBA MBA ഒക്കെ പഠിച്ചു വന്നവരാണ്. പക്ഷെ അവരുടെ ആ പഠിച്ചതിനനുസരിച്ചിട്ടുള്ള ഒരു സംവിധാനോ ഒരു സർഫസ് അവിടെ ഇല്ല. ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരക്കാൻ പറ്റുള്ളൂ. ആ ചുമരുകൾ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ആ ചുമരുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വലിയൊരു ബോധം നമ്മൾ ഇവരിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് പല ബിസിനസ്സുകാർക്കും ഈ അങ്ങനെ അതിന്റെ ആവശ്യമില്ല, ഇല്ലെങ്കിൽ തന്നെ ബിസിനസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ എൻ്റെ കാലം കഴിഞ്ഞാൽ നോക്കാൻ എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ മരുമക്കൾ എൻ്റെ കൂടെ ഉള്ളവർക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു വലിയൊരു ചാലഞ്ച് ഉണ്ട്. ഇതിൽ സാർ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ ഈ ഒരു ബിസിനസിന്റെ ഉള്ളിലേക്ക് ഇവർ വരുന്ന സമയത്ത് ഇതിൽ ഡിജിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. ഇത്രയും കാലമായിട്ട് ഇവർ ഫിസിക്കൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ശീലമുള്ളൂ. ഇതിന്റെ മെയിൻ ഓണർ ഇപ്പൊ ഇതിനകത്ത് കാണുന്നതിന്റെ വാല്യൂ ഉള്ളൂ, കാണാത്തിന് വാല്യൂ ഇല്ല. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊന്നും ഇൻവെസ്റ്റ് ചെയ്യൂല, ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനോ സ്ട്രാറ്റജി ക്രിയേറ്റീവ് പൈസ ഇൻവെസ്റ്റ് ചെയ്യൂല. ഇവരാണെങ്കിൽ കമ്പനിയിലേക്ക് വരൂല. അങ്ങനെ ഈ കമ്പനി പൊളിയുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കമ്പനികൾ മലയാളികളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു ലോസ് അല്ലേ. രണ്ടാമത്തെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഇവർ ഇത്രയും കാലം പേഴ്സൺ ഡ്രിവൺ ആണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് സ്വന്തം KDM അയാൾ തന്നെയാണ് എല്ലാ തീരുമാനം. ഞാനവിടെ വർക്കണം ഞാൻ അറിയണം എന്ന് പറയുന്ന ഒരു സാധനം സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ. സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകും, വികേന്ദ്രീകരണം നടക്കും. അപ്പൊ ഇവർക്ക് അത് ഇഷ്ടമല്ല പേഴ്സണലി. അപ്പൊ ഇവർക്ക് കൺട്രോൾ കയ്യിൽ വെക്കും വേണം, ഡിസിഷൻ മേക്കിംഗ് അവരുടെ കയ്യിൽ വേണം. ഇത് എക്സ്പാൻഡ് ചെയ്ത് സിസ്റ്റത്തിൽ
പേടിയാണ്. ആ ഫിയർ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇയാളുടെ ഇത്രയും കാലമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് അയാൾ കെയർ ചെയ്താൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മോഡാണ്. പക്ഷേ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റമാണ് ഡ്രൈവ് ചെയ്യും. ഇപ്പൊ എത്രയോ വലിയ വലിയ കമ്പനികളുണ്ട്, അവിടെയൊക്കെ ഓണേഴ്സ് അല്ലല്ലോ. അല്ല, അതിലെന്താ പറഞ്ഞാല് പലപ്പോഴും നമ്മളിപ്പോ ഒരു വൺ സൈഡല്ല, ഈ ചെയ്ത ആൾക്കാരുടെ ലൈഫിലുണ്ടായ അനുഭവങ്ങൾ പലരെയും നമ്മൾ ജോലിക്ക് എടുത്തിട്ടൊക്കെ പഠിപ്പിച്ച് വന്നിട്ടായിരിക്കും അവരായിരിക്കും ഇവർക്ക് ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ ആയിട്ട് മാറുന്നത്. ഇത് ദൈനംദിന ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ആരെ കണ്ടാലും വിശ്വസിക്കൂല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് അവർ വരുന്നത്. അത് നമുക്ക് തള്ളിക്കളയാനും പറ്റൂല. കാരണം ആ ജനറേഷൻ ഉണ്ടാക്കിയെടുത്ത അവരുടെ വേർപ്പ്, അവരുടെ അധ്വാനം, അത് നമുക്ക് എങ്ങനെ വന്നാലും നമുക്കത് പിന്നെ ഒറ്റയടിക്ക് നമുക്ക് ഡീസെൻട്രലൈസ് ചെയ്യാന്ന് പറയുന്നത് കുറച്ചൊരു ഇറ്റ്സ് ടഫ് ടാസ്ക് ആണ് നമുക്ക് വരുമ്പോൾ. അപ്പൊ അതിനെ മറികടക്കാൻ ഏതൊക്കെ രീതിയിൽ ആ ഒരു പിന്നെ ഇതിവിടെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ ഒരു സംവിധാനത്തിൽ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ അതിനെ നമ്മൾ റിസർച്ച് നടത്തി നമ്മൾ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഷിഫ്റ്റിംഗ് സംഭവിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക ഈ ഓണർത്തുന്നതാണ്. കാരണം അയാളുടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന പവർ ഒഴിവാകും. രണ്ട്, ഫോർവേഡിങ് ദ KDMനെ ഫോർവേഡ് ചെയ്യപ്പെടുകയാണ്. മറ്റുള്ള ആൾക്കാരുടെ ഡിസിഷൻസ് മേക്കിംഗ് പോവുക, ഡിപ്പാർട്ട്മെന്റ് ഡിവൈഡ് ചെയ്യാണ്, അതിൽ ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യാണ്, കോർ ടീം ഡെവലപ്പ് ചെയ്യാണ്, സിസ്റ്റം ഡെവലപ്പ്, ഇതെല്ലാം ഇയാൾക്ക് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം ഈ വ്യക്തി അതിനെ അവെയർ ആക്കുക എന്നുള്ളത്. എന്താണ് ഇനി ട്രാൻസ്ഫോർമേഷനിൽ വരാൻ പോകുന്ന കാര്യം, അതിൽ മാനസികമായി അയാളെ പ്രിപ്പയർ ചെയ്യും. രണ്ട്, സ്റ്റെപ്പ് ചെയ്യാൻ 10 സ്റ്റെപ്പാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഓരോ സ്റ്റെപ്പും തുടക്കത്തിൽ 3 മാസം 4 മാസം എടുത്തിട്ട് ചെയ്യും. സ്ലോ ആൻഡ് സ്റ്റഡി. വീണു പോകും. ഒന്ന് ഈ പറഞ്ഞ പുതിയ തലമുറ കേപ്പബിൾ ആണോ എന്നുള്ളത് നോക്കണം. സ്ലോലി അവരെ കൊണ്ടുവരാനേ പറ്റും. ഇവർക്ക് എനർജി കൂടുതലായിരിക്കും, മറ്റാൾക്കാർക്ക് എക്സ്പീരിയൻസ് കൂടുതലായിരിക്കും. ഇവരുടെ എക്സ്പീരിയൻസും എനർജിയും നമ്മുടെ അവർ കൺസൾട്ടേഷനും കൂടുമ്പോഴേ അത് വിജയിക്കുള്ളൂ. ഇതില് ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ഈ HR മേഖലയിൽ, അതായത് ഇപ്പൊ നമ്മള് പഴയ തലമുറയിലെ ആൾക്കാരിൽ കൂടെ ഉണ്ടായ എംപ്ലോയീസ്, HR, ഇവരൊക്കെ ആ ഒരു രീതിയിലും അവരെ പോലെ തന്നെ വളർന്നു വന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും പുതിയ ജനറേഷൻ നോക്കുന്ന നമ്പർ 1+1=2. നമുക്ക് 1+1 2 അല്ല. ചിലപ്പോൾ അത് കുറെ അങ്ങോട്ട് കുറെയൊക്കെ അതൊക്കെ നമ്മൾ കണ്ണടച്ച് അങ്ങനെയുള്ള ആ ജനറേഷന്റെ ഒരു ഇത്. കാരണം അവിടെ വാല്യൂസ് ഓഫ് ഇമോഷൻസ് ഉണ്ടാവും, ഫീലിങ്സ്, ഹ്യൂമൻ വാല്യൂസ് ഒക്കെ കണക്ക് കൂട്ടിയിട്ടാണ് അതിന്റെ ഒരു ആകത്തുക നമ്മൾ നോക്കുക. പക്ഷെ പുതിയ ജനറേഷൻ അതൊന്നും നോർമലി ദേ ഡോണ്ട് തിങ്ക്, ദേ ജസ്റ്റ് ഡു ദ മാത്സ്. ആ ഫിഗർ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴുള്ള ട്രാൻസ്ഫോർമേഷൻ വലിയ ചാലഞ്ചിങ്. സിമ്പിൾ ആണ്. ഇതിനൊരു ഉദാഹരണത്തിലൂടെ പറയാം. സാർ ഇപ്പോൾ ഒരു വാഹനം ഉപയോഗിക്കുന്നുണ്ട്, സാറിനൊരു ഡ്രൈവറുണ്ട്. ഡ്രൈവർ സാറിന്റെ കൂടെ 30 വർഷമായിട്ടുണ്ട്. സാറിൻ്റെ ഒരു സക്സസിൻ്റെ ശേഷം സാർ ഒരു പ്രൈവറ്റ് ജെറ്റ് എടുക്കുകയാണ്, പ്രൈവറ്റ് ഒരു ഫ്ലൈറ്റ് എടുക്കുകയാണ്. സാർ ഈ ഡ്രൈവറെ തന്നെ പൈലറ്റ് ആക്കുമോ? എന്തുകൊണ്ടാക്കിക്കൂടാ? 30 കൊല്ലം സാറിൻ്റെ കൂടെ ഉള്ള ആളല്ലേ. ഒരു അപ്ഡേഷൻ, സാർ നന്നാവുന്ന സമയത്ത് അയാൾ അതിൽ കയറ്റി നിർത്തണമല്ലോ. അതാണ് എൻ്റെ ശരി. എങ്ങനെ ഉണ്ടാവും? ഈ ഒരൊറ്റ സാധനം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇവരോടുള്ള സാറിന് അയാളോടുള്ള ദേഷ്യം കൊണ്ടല്ല, അയാൾ വെക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, ഈസ് നോട്ട് സ്കിൽഡ്. അത് ഇനി അയാൾ ഒരു പൈലറ്റിൻ്റെ ലൈസൻസ് എടുത്ത് കേപ്പബിൾ ആണെങ്കിൽ നമുക്ക് കയറ്റുന്നൊരു കുഴപ്പമില്ല. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 30 വർഷത്തിൻ്റെ ഇടയിൽ ഈ ആൾക്ക് ഈ അപ്ഡേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. ഇയാൾ ഫ്ലൈറ്റ് മേടിച്ചാൽ സാധ്യത ഉണ്ടെങ്കിൽ ഇപ്പോൾ MS സാഹിബിൻ്റെ ഒരു ഡ്രൈവറാന്ന് വിചാരിക്കാം, 30 കൊല്ലമായിട്ട് ഡ്രൈവർ. അയാൾ അതിൻ്റെ ഇടയിൽ ഒരു പൈലറ്റ് ലൈസൻസ് എടുത്തിരുന്നെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, വേറെ പൈലറ്റ് അപ്സ്കില്ല് നടത്തി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ എല്ലാ എംപ്ലോയീസിൻ്റെ അടുത്തും പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങളൊരു ജോബിൽ എത്തിക്കഴിഞ്ഞാൽ അപ്സ്കിൽ ചെയ്തുകൊണ്ടേയിരിക്കുക. ഏത് സമയത്തും ബിസിനസ്സിൻ്റെ ഗ്രോത്ത് വരുമ്പോൾ അവർ അതിൻ്റെ എംപ്ലോയേഴ്സ് മാറ്റി ചിന്തിക്കുമ്പോൾ ആ മാറ്റി ചിന്തയോടുകൂടി നമുക്കും ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളെ ഫൈൻ ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ ഇത് സാർ ഇപ്പോൾ ഫ്ലൈറ്റ് മേടിച്ചുമ്പോൾ ആളെ കയറ്റിയില്ല, അയാൾക്ക് 2 രീതിയിൽ ചിന്തിക്കാം. ഒന്ന് നന്നായപ്പോൾ നമ്മളെ മൈൻഡ് ചെയ്തില്ല എന്നുള്ളത്. മറ്റേ ആൾക്കും ഒരു കാര്യം ചിന്തിക്കാം, ഞാനിപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാൻ ഒന്നും അല്ലാത്ത കാലത്ത് എൻ്റെ കൂടെ നിന്ന ആളല്ലേ, ഇയാളെ ഫ്ലൈറ്റ് കയറി ഇവരുടെ അവസാനത്തെ യാത്രയായിരിക്കും. അങ്ങനെ പിന്നെ ഉണ്ടാവില്ലല്ലോ, മുതലാളി ഉണ്ടാവില്ല, തൊഴിലാളി ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനെ നറേറ്റ് ചെയ്തിരിക്കുന്നു. കാരണം ഇത് കോമൺ ചാലഞ്ചാണ്. ഈ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. അപ്പം അതിന് ഇന്റിമസിയോ അതല്ലെങ്കിൽ ഒന്നുമല്ല. അപ്പം ഇവർ രണ്ടുപേരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, ഞാൻ അപ്ഡേറ്റഡ് ആവണം, അല്ലെങ്കിൽ നിലനിൽക്കാൻ കഴിയില്ലല്ലോ. എൻ്റെ അപ്ഡേഷൻ അനുസരിച്ച് എൻ്റെ കൂടെ ഉള്ളവർക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ റീറ്റെയിൻ, അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നാച്ചുറലി അവർ പോകും. കാരണം ഇപ്പം പിന്നെ ട്രസ്റ്റ്, സിൻസിയറിറ്റി, ഡെഡിക്കേഷൻ ഓൾറെഡി ഉണ്ട്. സ്കില്ല് മാത്രമാണ് ഇവിടെ പ്രശ്നമുള്ളത്. അത് സ്കില്ലിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂല. കാരണം സ്കില്ല് ഇല്ലെങ്കിൽ നടക്കൂല. പക്ഷെ ഇവർക്ക് വേറെ കുഴപ്പമുണ്ട്. ഞാൻ ഈ ഓണറായിട്ട് ഇത്രയും അടുത്തൊരാളാണ്, എന്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്തിലും എനിക്ക് ഇവിടുന്ന് പോകില്ല, ആർട്ടിഷന്റെ പേടിയില്ല, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യേണ്ട പേടിയില്ല. അതൊരു ചാലഞ്ചാണ് ഇപ്പൊ. അതാണ് ഇപ്പൊ അടുത്ത തലമുറ വരുമ്പോ ഇപ്പൊ ഇവിടുത്തെ നാട്ടുകാരുടെ കമ്പനികളിലൊക്കെ പഴയ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പുതിയ ആൾ വരുമ്പോ എല്ലാരെയും ഓൾമോസ്റ്റ് ഒഴിവാക്കാനാണ് അവർ കോസ്റ്റ് കട്ട് ചെയ്യണം, ലാഭം ഉണ്ടാക്കണം. മുമ്പ് ലാഭമൊന്നും വേണ്ട,
ഇങ്ങനെ പോയാൽ മതി, ഇങ്ങനെ ജീവിക്കും, അവർക്ക് പ്രശ്നമില്ല എന്നുള്ള നിലക്കാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാജിക് ഓഫ് പ്രോഫിറ്റ്. അവിടെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. കാരണം ഇവരുടെ പെർഫോമൻസ് കുറവാണ്, അതുകൊണ്ട് തന്നെ ഇവർ ആ പഴയ കാലത്ത് ലെവലിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഇവർക്ക് 2 ചോയ്സ് ഉള്ളത്. എല്ലാവരും ജോലി പോകണം നമ്മൾ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പനി വളരുന്ന കമ്പനിയാണെങ്കിൽ അല്ലെങ്കിൽ നിലനിൽക്കുള്ളൂ. അപ്പോൾ ആ കമ്പനിയിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വളർച്ചക്കനുസരിച്ച് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കണം, അയാളിൽ അപ്ഡേറ്റ് ചെയ്യണം. അതിന് മറ്റൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് നിങ്ങൾ എടുത്തത്. അതായത് ഈ ആൾക്കാരെ സ്കില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയും തയ്യാറാവണം. അതിന് നമ്മൾ റെഡിയാണ് ചെയ്തു കൊടുക്കാൻ. അതാണ് അവിടെയാണ് ഇപ്പോൾ ഇത് കേൾക്കുന്ന ഓണേഴ്സ് ആണെങ്കിൽ, എന്റർപ്രൈനേഴ്സ് ആണെങ്കിൽ, നിങ്ങളുടെ ആൾക്കാരെ അപ്സ്കിൽ ചെയ്ത് നിങ്ങളെ കൂടെ നിർത്തണം. കാരണം പുതിയ വരുന്ന ആരാണെങ്കിലും അവരെത്രമാത്രം വിശ്വസിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല, അവരുടെ സ്കില്ല് എത്രയും നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് നമ്മുടെ കൂടെ ഓൾറെഡി ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുണ്ടെങ്കിൽ അവർ അപ്സ്കിൽ ചെയ്ത് എടുക്കുമ്പോൾ 2 ഗുണമാണ്. ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തുള്ള ഇൻടാക്റ്റ് ആണ്. സ്കില്ലപ്പ് ചെയ്താൽ നമ്മുടെ ബിസിനസ്സിന് ഗ്രോ ചെയ്യും. ബിസിനസ് ഗ്രോ ചെയ്തില്ലെങ്കിൽ എല്ലാ എംപ്ലോയീസിൻ്റെയും വിൽ ബി അറ്റ് സ്റ്റേക്ക്. അതായത് പറയാൻ പോകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, വരാൻ പോകുന്ന മാറ്റത്തിൽ 90% പഴയ ആൾക്കാരുടെ ജോലി പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ അവർക്കുള്ള ചോയ്സ് എന്ന് പറയുന്നത് സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യണം, 2 കമ്പനി അതിന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പല കമ്പനികളോടും ട്രെയിനിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ അതൊരു ബാഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്. അത് നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പോൾ AI കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ പലരുടെയും വലിയൊരു ക്വസ്റ്റ്യൻ, AI വന്നാൽ ജോലി പോകും, അക്കൗണ്ടൻറ്റിൻ്റെ ജോലി പോകും, മാർക്കറ്ററുടെ ജോലി പോകും, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ആൾ ജോലി പോകും, സെയിൽസിൻ്റെ ആൾ പോകും, അഡ്മിൻ്റെ ജോലി പോകും, ഇങ്ങനെ ഒരുപാട് ആൾ ജോലി പോകും എന്നാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ജോലി പോവില്ല. അൺലെസ് ജോലി പോകും എപ്പോൾ നിങ്ങൾ ഇതിനെ അഡോപ്റ്റ് ചെയ്യാൻ റെഡി ആയില്ലെങ്കിൽ പോകും. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഒറ്റ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാം, നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ത്രൂ ആവും, അഡോപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആവും. അതാണ്. അപ്പോൾ ആ ഡിസ്റ്റർബിലേക്കാണ് നമ്മൾ പോവുക. അപ്പോൾ അതിന് പകരം ഞാനിതൊന്നും പഠിക്കില്ല. ഇപ്പോഴും ഞാൻ ഈയിടെ ഒരാളോട് ചോദിച്ചപ്പോൾ, ഒരു കണ്ടന്റ് റൈറ്റ് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ചാറ്റ് GPT ഞാനതൊന്നും ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ യു ആർ ഔട്ട് ഓഫ് ദ ലീഗ്, ഓൾറെഡി യു ആർ ഔട്ട് ഓഫ് ദ ലീഗ്. കാരണം അത് ഉപയോഗിക്കണം. ഇപ്പം അത് ഉപയോഗിച്ചാലേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. ഫ്ലൈറ്റിൽ പോകുന്നിടത്ത് നമുക്ക് സൈക്കിളിൽ പോകാൻ പറ്റുമോ? പറ്റില്ല, നമുക്ക് എത്തൂല അവിടെ. പണ്ടാൾ നടന്ന് ഹജ്ജിന് പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമുക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? മുമ്പത്തെ ആൾ കപ്പലിൽ പോയി എന്ന് പറഞ്ഞാൽ ഇപ്പം ഫ്ലൈറ്റ് പോയിക്കാതിരിക്കുക. സമയമാണ് ഇമ്പോർട്ടൻറ്റ്, കിട്ടാത്തൊരു സമയമാണ്. അതുകൊണ്ട് AI ഇനേബിളിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ ഒരു സെഷനിൽ AI എങ്ങനെ ഇനേബിൾ ചെയ്യാം, HR എങ്ങനെ എനേബിൾ ചെയ്യാം, ഫൈനാൻസിൽ എങ്ങനെ എനേബിൾ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൃത്യമായൊരു അവബോധം ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് നമ്മുടെ ഈ ഷോ കൊണ്ട് എന്തായാലും ഉദ്ദേശിക്കുന്നത്. എന്തായാലും ആർക്കെങ്കിലും നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാം, നമുക്കവിടെ കാണാം, ആൾക്കാരായിട്ട് സംവദിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഗിന്നസ് റഷീദ് ബ്രോ നിങ്ങൾക്ക് കണ്ട് കാര്യങ്ങളൊക്കെ ഒരുപാട് ഈ പറഞ്ഞതൊന്നുമല്ല, വലിയ കാര്യങ്ങളാണ് ഈ തലയിലുള്ളത്. അത് കേൾക്കുമ്പോൾ ആ ഡെലിവറി കാണുമ്പോൾ തന്നെ പകുതിയും നമ്മൾ പ്രോഫിറ്റബിൾ ആയി എന്നുള്ളൊരു തോന്നൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഉറപ്പ് തരുന്നു. ഇനിയും വരാൻ പോകുന്ന ആൾക്കാർക്ക് അങ്ങനെ തന്നെയാണ്. ഒരു ഹാൻഡ് ഹോൾഡിങ്, എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു ഉപദേഷ്ടാവെന്നോ ഒരു സപ്പോർട്ടറെന്നോ അല്ലെങ്കിൽ എപ്പോഴും വിളിച്ചു വന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളെന്നോ നിലക്ക് അത്രയും നിങ്ങളുടെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള, അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാളാണ് ഈ റഷീദ് എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വരിക, നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു സെഷൻ ചെയ്യാം. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. എന്തായാലും റിയലി നൈസ് ടോക്കിംഗ് ടു യു. കാരണം ഇതൊരു വലിയ ഓപ്പണിംഗ് അപ്പ് ആണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പലരുടെയും കണ്ണ് തുറപ്പിക്കും. ഇത് കണ്ണ് തുറക്കാത്തതാണ് പ്രശ്നം. ഇത് അറിയുന്നില്ല. അറിവില്ലായ്മ കൊണ്ട് നമുക്ക് നഷ്ടപ്പെടാതിരിക്കാനാണ് അറിവുള്ളവരോട് ചോദിച്ച് പഠിക്കുക. അങ്ങനെ അറിവുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ചോദിച്ച് പഠിക്കൂ, കാര്യങ്ങൾ മുമ്പോട്ട് പോകാം. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. എനിവേ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എന്തായാലും ഇങ്ങനൊരു ടോക്കിൽ സംസാരിക്കാൻ പറ്റി, മലയാളികൾക്ക് ഒരുപാട് ടെക്നോളജിയെ കുറിച്ച് പരിചയപ്പെടുത്തി, ഈ ഒരു മലയാളി കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ് ചെയ്തു കൊടുത്ത താങ്കളെപ്പോലുള്ള ഒരാളുമായിട്ട് സംവദിക്കാനുള്ള ഒരു അവസരം ദുബായിൽ വന്നപ്പോൾ കിട്ടി. ഓൾവേസ് വി ബിലീവ് ഇൻ കൊളാബറേഷൻസ് ദാൻ കോമ്പറ്റീഷൻസ്. All the best. Thank you. Munir Al Wafa with love. Thank you.